ഗ്രേറ്റ് ഹിമാലയൻ റൈഡിൻ്റെ ജേർണിയിൽ നമ്മൾ ബൈക്കും കൊണ്ടുവന്നതിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇതാണ്. ഞാൻ ആദ്യമായിട്ടാണ് അടൽ ടണലിന്റെ അത് കയറുന്നത്. നമ്മുടെ ഫസ്റ്റ് വാട്ടർ ക്രോസിംഗ്. എനിക്ക് ഈ സംഭവം ചെയ്ത് പരിചയമില്ല, ഒരു കോമൺ സെൻസിന്റെ പുറത്ത് അങ്ങോട്ട് ഓടിച്ചു നോക്കാം. ആ കാണുന്ന മലകളൊക്കെ നിൽക്കുന്നത് ലഡാക്കിലാണ്, ഈ ഭാഗമൊക്കെ ഹിമാചലാണ്. നെക്സ്റ്റ് പെട്രോൾ പമ്പ് 330 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലേലല്ലോ. ഫുള്ള് പുല്ലാണ് കേട്ടോ, ഇങ്ങനെ പുൽമേടുകളാണ്. ആ ദൂരെയുള്ള മലകളൊക്കെ നോക്കിയേ. I'll be back on my way back. Sure. Okay. Let me know if you See you, need bro. any help in later. Sure. ഗ്രേറ്റ് ഹിമാലയൻ റൈഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഇന്ന് ലേ ലഡാക്ക് കയറാൻ പോവാണ് കേട്ടോ. എത്ര നാളായെന്നറിയോ വിചാരിക്കുന്നു ലേ ലഡാക്കിലേക്ക് ബൈക്കിൽ പോകണമെന്ന്. ഞാൻ ഒരു 10 കൊല്ലം മുമ്പ് അവിടെ പോയിട്ടുണ്ട്, പക്ഷേ ബൈക്കിലല്ല പോയത്. നമ്മളൊരു ടാറ്റ സുമോ ഒക്കെ എടുത്ത് മണാലിയിൽ നിന്നാണ് പോയത്. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ മണാലി നഗറിനടുത്തുള്ള നമ്മുടെ ഹോം സ്റ്റേന്ന് ഞാൻ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. ഇന്നലെ 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക. കഴിഞ്ഞ വീഡിയോ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ, ഭയങ്കര മഴയും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെയാണ് മഴയുള്ളൂ. അപ്പോൾ ആ ഇറങ്ങാൻ നേരത്ത് ഒരു 12 മണി 1 മണി വരെ മഴയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങണ്ടെന്നിങ്ങനെ വിചാരിച്ച് 2 ദിവസമായി നിൽക്കണു. അപ്പോൾ ഇന്ന് ഇത്തിരി സമാധാനമുണ്ട്, നീലാകാശം, കുറച്ച് മേഘങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം. ലേയിലത്തെയും ലഡാക്കിലത്തെയൊക്കെ പറ്റാവുന്ന പോലെ. അത് ഞാനങ്ങനെ ഓവറായിട്ട് എല്ലാം കയറി എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. പറ്റാവുന്ന പോലെ സമാധാനമായിട്ട് സേഫായിട്ട് യാത്ര ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെ കാണുന്നുള്ള ഐഡിയയിൽ പോവാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു 10 Pin Story. ഈ ലേ ലഡാക്കിലേക്കുള്ള റൈഡ് നമ്മുടെ ഗ്രേറ്റ് ഹിമാലയൻ റൈഡിൻ്റെ സീസൺ 1 ഒരു ഫൈനൽ ലാപ്പായിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ബൈക്ക് നേരത്തെ മുകളിൽ പോയിട്ട് ടോപ്പ് ബോക്സ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ആവശ്യമില്ലാത്തല്ല, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വേണ്ടാത്ത സാധനങ്ങൾ, നമ്മുടെ കിച്ചൻ്റെ സാധനങ്ങൾ, കിച്ചൺ അല്ല ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, സ്റ്റൗ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചു. കുറച്ച് തുണി വെച്ചു, വേണ്ട തുണി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് വെയിറ്റ് റെഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 5-6 കിലോ എങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതൊക്കെ കയറ്റി മുകളിൽ ബൈക്കിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. അടൽ ടണൽ റോത്താങ് 24 കിലോമീറ്റർ, ലേയിലേക്ക് 426 കിലോമീറ്റർ. അപ്പോൾ നമ്മളിതേ നേരത്തെ വന്ന വഴിയിൽ നിന്ന് മണാലി ടു ലേയിലേക്കുള്ള റൂട്ടിലേക്ക് കയറി കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. എങ്ങനെ പോയാലും ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഒരു 13-14 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ വണ്ടികളും അതിൽ വഴി തിരിച്ചു വിട്ടിട്ട് ഭയങ്കര ബ്ലോക്കായിട്ട് ഒന്നും നീങ്ങാൻ പറ്റില്ല, നിറച്ചും ലോറികളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിതേ മുമ്പിലേക്ക് കയറി. ഞാനിപ്പോൾ ഒരു ATM-ലേക്ക് മാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴി ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ATM-ലേക്ക് മാപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. അവിടെ ചിലപ്പോൾ മൊബൈലും ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ലല്ലോ. ആ സൈഡിലിതേ ബീസ് റിവർ ഒഴുകുന്നു, ആ ഭാഗത്താട്ടോ മണാലി. അപ്പോൾ ദേ വെൽക്കംസ് യു ടു മണാലി NH3 കെയ്ലോങ് 63 സർച്ചു 172 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് സർച്ച് പോകാനുള്ള പരിപാടിയാണ്. 172 കിലോമീറ്റർ. ഇൻ കേസ് അവിടെ വരെ എത്തിയില്ല, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിടക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന സ്ഥലത്തെ നിൽക്കൂ അവിടെ അങ്ങനെയൊന്നുമില്ല. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, നമുക്ക് പെട്രോളും കൂടി അടിച്ച് നിറയ്ക്കാം. എൻ്റെ ഹാഫ് ടാങ്ക് പെട്രോൾ ഉണ്ട്, എന്നാലും കുറച്ച് അടിച്ച് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് പെട്രോൾ പമ്പ് എവിടെയെങ്കിലും കിട്ടുമ്പോൾ രണ്ടാമത് ഒന്നും കൂടി അടിക്കാം. ഇവിടെ എത്ര പെട്രോളിന് വില? 91 രൂപ 42 പൈസ. ഡീസൽ കിतना है यहाँ पे? 87.77. ലേ റൂട്ടിലെ ലാസ്റ്റ് പെട്രോൾ പമ്പ് കെയ്ലോങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ച് നകത്തിയിട്ടുണ്ട്. 7.5 ലിറ്റർ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഓടും, അങ്ങനെ പെട്രോളിന് ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. ഈ കെയ്ലോങ് കഴിഞ്ഞിട്ട് പിന്നെ ലേ എത്തണ വരെയോ അതോ അതിന് മുമ്പ് ഏതൊരു ഭാഗം വരെ എന്തോ പെട്രോൾ പമ്പ് ഇല്ല. പക്ഷെ അത് നമ്മൾ സുഖമായിട്ട് ഓടിയെത്തും. അപ്പോൾ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. പെട്രോൾ അടിച്ചു, ATM-ൽ നിന്ന് പൈസ എടുത്തു വെച്ചു. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. സമയം 1 മണിയാട്ടാവാൻ പോണേ. 11 മണിക്ക് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 11 മണിയാണ്, അതിൻ്റെ 10:45 10:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. കുറേ സമയം വെറുതെ പോയി. അവിടെ ട്രാഫിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതാണ് മെയിൻ കാര്യം ഉണ്ടായത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ. കാരണം കുറേ നാളായിട്ട് വിചാരിക്കുകയാണ്, ഒരു കോളേജ് ടൈം തൊട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം വരണമെന്ന് വിചാരിക്കാറുണ്ട്. ഇതൊന്നും നടക്കില്ല. ഈ ഗോവ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോണ പോലെ തന്നെയാണ് ഈ ലേ ലഡാക്ക്. അത് അതിലും പാടാണ്. എനിക്ക് 24 വയസ്സുള്ളപ്പോൾ 10 കൊല്ലം മുമ്പാട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. അത് പക്ഷേ ഇങ്ങനെ റോഡ് വഴി മറ്റേ സുമോയിലൊക്കെയാണ് പോയത്.
വന്നങ്ങനെ പ്രത്യേകിച്ച് അവിടെ കാണാനൊന്നും പോയൊന്നുമില്ല. ഓഫ് സീസൺ ആയിരുന്നു, ഒക്ടോബർ ടൈമായിരുന്നു, എൻ്റെ ബർത്ത്ഡേയുടെ ടൈമൊക്കെ ആയിരുന്നു. ഇത് വേറെ റൈഡേഴ്സ് പോകണം. ഡൽഹിയിൽ നിന്നുള്ളവരാട്ടോ, ഒരു ഡൽഹി ഒരു ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷൻ. അപ്പോൾ എന്തായാലും ആ സമയത്ത് അങ്ങനെ അധികം എക്സ്പ്ലോറും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം കുറേ കൂടി സ്ഥലങ്ങൾ കാണണം. നമ്മളിത് സോളാങ്ങിലേക്ക് എത്തുന്നു കേട്ടോ. സോളാങ്ങിലേക്ക് ഇനി 2 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ഓടിച്ച് അടൽ ടണൽ റോത്താങ്ങിലേക്ക് എത്തിയേക്കാം കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇവിടെ ഒരു കവാടം പോലെ ഉണ്ടായിരുന്നു ബാക്കിൽ, ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആഹാ, ഈ സൈഡിലൊക്കെ ഉണ്ടോ വെള്ളം ഒലിച്ച് വരണേ. അങ്ങനെ ദേ സൗത്ത് പോർട്ടൽ ഓൾട്ടിറ്റ്യൂഡ് 1040 ഫീറ്റ് അടൽ ടണൽ റോത്താങ്ങിലേക്ക് നമ്മൾ കയറിയേക്കാണ് കേട്ടോ. ഇനി 9 കിലോമീറ്റർ ഇതിലിങ്ങനെ പോകണം. 9 കിലോമീറ്റർ ടണല്. ഇതേപോലെ ഇത്ര നീളം തന്നെയുള്ള ഒരു ടണൽ ആ ഭാഗത്തുണ്ട് കേട്ടോ. നമ്മുടെ മണാലി ആ ഭാഗത്തൊരു ടണലുണ്ട്. അതിന് നല്ല നീളമുള്ള ടണലാണ്, പക്ഷെ ഇത്ര ലെങ്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് അടൽ ടണലിൻ്റെ അകത്ത് കയറുന്നത്. സ്പീഡ് ലിമിറ്റ് 40 കേട്ടോ. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ലൈറ്റുകൾ. ആഹാ, പൊളി. സാധാരണ ടണലിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു ചൂടും ഒരു പുഴുക്കം ഉണ്ടാവില്ലേ, ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരു തണുപ്പാണ്. ഫ്രണ്ടിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന പറഞ്ഞാൽ സ്പീഡ് ലിമിറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. 60 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സ്പീഡ് ലിമിറ്റ്. നമ്മൾ ഈ ടണൽ വരുന്നതിന് മുമ്പ് ഏകദേശം 4 മണിക്കൂർ കൂടുതലെടുക്കുമായിരുന്നു നമുക്ക് മണാലിയിൽ നിന്ന് ലേയിലേക്ക് എത്താൻ. ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ഡിഫറൻസ് ആണ് ഇത് ഉണ്ടാക്കണേന്ന്. ഇത്രയും നേരം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു വളവ് വരണേ. അങ്ങനെ ദേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാ കേട്ടോ. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. ഇത് പണിഞ്ഞവരെ സമ്മതിക്കണം കേട്ടോ. 10 കിലോമീറ്ററൊക്കെ ദേ ഇവിടെ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ അവിടുത്തെ കയറുമ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ എൻട്രൻസ്. ആ ഭാഗത്ത് നിന്ന് അടൽ ടണൽ റോത്താങ്. ബ്രോ എന്തോ എഴുതിയിട്ടുണ്ട്, വെൽക്കം ടു ദ വേൾഡ്സ് ലോങ്സ്റ്റ് ഹൈവേ ടണൽ എബൌട്ട് 10,000 ഫീറ്റ്. 10,000 ഫീറ്റിന് മുകളിലുള്ള ലോങ്ങസ്റ്റ് ഹൈവേ ടണലാണ്. ഭയങ്കരം കിട്ടില്ല എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതേ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാൻ പോകാം കേട്ടോ. ചന്ദ്ര ബ്രിഡ്ജ് എന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ സൈഡിൽ കൂടെ റിവർ ഒഴുകുന്നുണ്ട്. ബീച്ച് തന്നെ ആയിരിക്കണം, ബീച്ച് നദി തന്നെ ആയിരിക്കണം. ഇവിടുന്ന് ലേ 396 കിലോമീറ്റർ, കാർഗിൽ 450, ശ്രീനഗർ 560, കാസ 144. ആ വഴി പോയി കഴിഞ്ഞാൽ സ്പിറ്റി വാലിയൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ. സുംഡോ എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതേ ലെഫ്റ്റ് തിരിഞ്ഞ് പോവാം. ഇവിടെ എന്തോ ചെക്കിങ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. SADA ഡെവലപ്മെൻറ്റ് ഫീ ബാരിയർ. SADA എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നാണ് കേട്ടോ. നമുക്ക് ബൈക്കിന് 50 രൂപ അടച്ചിട്ട് മുന്നോട്ട് പോകാം. അതിനാണ് വേണ്ടിയിട്ടാണ് ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. സ്റ്റിക്കർ തോ നെയ്യേ ഭായ്. താങ്ക് യു. പയ്യൻ ചോദിക്കുകയാണ് സ്റ്റിക്കർ ഉണ്ടോന്ന്. അപ്പോൾ ഇവിടെ കുറേ യൂട്യൂബ് ചാനലിൻ്റെ അതിൻ്റെയൊക്കെ സ്റ്റിക്കറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒട്ടിച്ച് വയ്ക്കാമെന്ന് വെച്ചിട്ട്. പോകുന്ന വഴിയിലൊരു ധാബ കണ്ടപ്പോൾ നിർത്തിയതാ കേട്ടോ. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. എന്താ കിട്ടാന്ന് അറിയില്ല. ഇവിടെ പുറത്ത് ബർഗറും മോമോ ഒക്കെ കാണിക്കുന്നുണ്ട്. ചോദിച്ചു നോക്കാം നമുക്ക്. खाने में क्या मिलेगा? मेनू कार्ड है, सब मिलेगा? हाँ सब मिलेगा. ആ ठीक है. മെനു കാർഡിലുള്ള എല്ലാം കിട്ടുന്ന എടുത്തേക്കണം കേട്ടോ. എൻ്റെ താഴെ എന്തോ കൃഷിയുണ്ട് കേട്ടോ. എന്ത് കൃഷിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അത് ആ ഭാഗത്തൊക്കെ എന്തോ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ എന്ത് കൃഷിയാണ്. ആദ്യം മെനുവിൻ്റെ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ. ഈ खेती किसका है? ये ब्रोकली. अच्छा अच्छा अच्छा. കോളിഫ്ലവർ. अच्छा अच्छा. ബ്രോക്കലിയും കോളിഫ്ലവർ ആട്ടോ കൃഷി. ഞാൻ ഒരു രാജ്മ ചാവൽ പറഞ്ഞു. അതാണ് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നത്. നമുക്ക് അധികം സമയം കളയാനില്ല, അതുകൊണ്ട് ഞാനിത് പറഞ്ഞു. പിന്നെ ഒരു മുട്ട ബുർജിയും കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന നദി ചേനാബാണ് കേട്ടോ. ചേനാബ് എന്ന് പറഞ്ഞിട്ടുള്ള നദിയാണ്.
നമ്മൾ അടൽ ടണൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കണ്ടതൊക്കെ ചേനാബാണ്. അപ്പോൾ ഞാൻ അവിടെ ക്രോസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീസാന്ന്. ബീസല്ല, അവിടുന്ന് തൊട്ട് ഇതേ ചേനാബാണ് സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകണേ. ഞാനിത് എവിടെയാ, നാട്ടിലാണോ? കെയ്ലോങ്ങിൻ കേരള ഭക്ഷണം തയ്യാർ. കണ്ട എത്രത്തോളം മലയാളികൾ ഇവിടെ വരുന്നുണ്ട് നോക്കിയേ. മലയാളത്തിലൊക്കെ ബോർഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതെന്തായാലും അടിപൊളിയായിട്ടോ. ഞാനിങ്ങനെ ഇതെന്ത് മലയാളം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദേ നമ്മൾ കെയ്ലോങ് എത്താറായി. ആ കാണുന്ന ഭാഗത്തൊക്കെ ഉള്ളത് കെയ്ലോങ് ആണ്. ദൂരെ നമുക്ക് മഞ്ഞ് മലകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാട്ടോ. ഇതാണ് മറ്റേ കെയ്ലോങ്ങിൻ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേരള ഭക്ഷണം തയ്യാറെന്നൊക്കെ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് കേരള ഭക്ഷണം കഴിക്കാം. ഉപാസക് ഫില്ലിംഗ് സ്റ്റേഷൻ കെയ്ലോങ്. നെക്സ്റ്റ് പെട്രോൾ പമ്പ് 330 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലേലല്ലോ കേട്ടോ. നമ്മുടെ ടാങ്ക് ആണെങ്കിൽ ഫുള്ള്, എന്നാലും മാക്സിമം നിറച്ചേക്കാം എന്ന് വിചാരിച്ച് ഇതിൻ്റെ അധികം കയറ്റുക കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ബ്ലാക്കിന് കിട്ടുമായിരിക്കും, എന്നാലും എനിക്കറിയില്ല ചെയ്യണം മണ്ടത്തരാണെന്ന്. എന്നാലും കയറ്റി നോക്കാം. ഇവിടെ എത്രയാ? 97 രൂപ 23 പൈസ. ടീക്കെ ബൈ, വെൽത്താം, താങ്ക് യു. അപ്പോൾ നമ്മളൊരു 1.8 ലിറ്റർ അടിച്ചു കേട്ടോ. അത്രയും ചിലവായിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ. 68 കിലോമീറ്റർ എന്തോ ആണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് മണാലിക്കുള്ളത്. അപ്പോൾ എന്തായാലും നിറച്ച് പിന്നെയും നിറച്ചിട്ടുണ്ട്. കാരണം ഇനി എത്രയാണെന്ന് പറഞ്ഞാൽ 300 എത്രയായിരുന്നു 330 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ മൈലേജ് വെച്ചിട്ട് എന്തായാലും നമ്മൾ 330 കവർ ചെയ്യേണ്ടതാണ്. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമ്മൾ ഏകദേശം ജിസ്പ എത്താറായപ്പോൾ ഉണ്ടല്ലോ, ടോപ്പോഗ്രാഫി ഒക്കെ എന്തോ ഒരു ചേഞ്ച് വന്ന പോലെ ഉണ്ട് കേട്ടോ. അവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ കല്ലുകൾ ഇടിഞ്ഞിടിഞ്ഞ് വീണ് ഈ ഭാഗത്ത് മുഴുവൻ ഇങ്ങനെ വലിയ വലിയ പാറക്കല്ലുകൾ വീണ് കിടക്കുകയാണ്. ഈ സൈഡിൽ നിറച്ചിങ്ങനെ ഗ്ലാമ്പിങ്ങിൻ്റെയും പിന്നെ ടെൻറ്റ് സ്റ്റേയുടെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പല 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 കമ്പനീസ് ഓഫർ ചെയ്യുന്ന അങ്ങനത്തെ ഗ്ലാം ഫയർ, ക്യാമ്പ്സ് ആൻഡ് കഫേ, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഓപ്ഷൻസ്, ഹോട്ടലുകൾ, ഇതെല്ലാം ഉണ്ട് കേട്ടോ. സർച്ചു 86, ചർച്ച 9 എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ബോർഡർ റോഡിൻ്റെ എന്തോ ഒരു മെമ്മോറിയലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് ഈ കാണുന്നതാണ് ജിസ്പ. ആ കാണുന്ന മൊത്തം ജിസ്പ ടൗൺ ആണ് കേട്ടോ. മഴ ചാറിത്തുടങ്ങി. നമുക്കൊന്ന് വേഗം ഒരു ജാക്കറ്റ് എടുത്തിട്ട് മറ്റേ പാൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫോണൊക്കെ പുറത്തിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കയറ്റി വെക്കണം. ഇവിടെ നോക്ക്, ഒരു ഫാമിലി വന്നിട്ട് വെള്ളത്തിൽ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പോൾ ആ ഇതിൽ നോക്കിയാൽ അറിയാം അതിലിങ്ങനെ മഴ പെയ്യുന്നതായിട്ട്. ഇത് രസമാണെന്ന് നോക്കിയേ. ഇത് രസമാണ് ആ ഭാഗമൊക്കെ. നല്ല മഴയായിട്ടോ, കൂടെ നല്ല തണുപ്പും. പെട്ടെന്നാണ് ഓടിച്ച് നമ്മളിതേ ബർലാച്ചാലെത്തിയേക്കാണ് കേട്ടോ. ബർലാച്ചാല പാസ്, ഓൾട്ടിറ്റ്യൂഡ് 4850 മീറ്റർ. അപ്പോൾ സോഫാർ നമ്മുടെ ഗ്രേറ്റ് ഹിമാലയൻ റൈഡിൻ്റെ ജേർണിയിൽ നമ്മൾ ബൈക്കും കൊണ്ടുവന്നതിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇതാട്ടോ. ഇനി നമ്മൾ ഹയസ്റ്റ് മുകളിലേക്ക് തന്നെയാണ് പോകണം. ജസ്റ്റ് ഞാൻ പറയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബർലാച്ചാല പാസ് ഓൾട്ടിറ്റ്യൂഡ്, അതിൻ്റെത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ വേറൊരു ബോർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് അത് കാണാനേ ഇല്ല. അതുപോലെ ഉണ്ട്. കുറേ നേരമായിട്ട് ഇങ്ങനെ ഓടിക്കുന്നു. റോഡ് കുറച്ച് നേരമായിട്ട് മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ ഈ ഒരു മോശം കേട്ടോ. ഇല്ലാത്ത മോശമല്ല, പക്ഷെ പതുക്കെ പോകേണ്ട ഒരു മോശം. മഴ അത് കഴിഞ്ഞ് നിന്നു. പക്ഷെ ഇപ്പോഴും ചെറുതായിട്ട് എവിടേക്കോ ചാടുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ എപ്പോഴും കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ സ്പോട്ടായിട്ട് അവിടെയൊക്കെ നല്ല മഴയുണ്ടെന്ന് തോന്നുന്നുണ്ട് മുകളിലൊക്കെ. അങ്ങനെ നമ്മളിത് ഓടിച്ച് നമ്മുടെ ഫസ്റ്റ് അഡ്വഞ്ചറിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വാട്ടർ ക്രോസിങ്. എനിക്ക് ഈ സംഭവം ചെയ്ത് പരിചയമില്ല, എന്നാലും ഒരു കോമൺ സെൻസിന്റെ പുറത്തങ്ങോട്ട് ഓടിച്ച് നോക്കാം. വെള്ളം അവിടെ നിന്നാണ് ഒഴുകണേ. അപ്പോൾ ഇങ്ങനെ പോവാം എന്ന് വിചാരിക്കണം. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലല്ല കാര്യങ്ങൾ. പിന്നെ മിനിമം ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോവാം.
വിചാരിച്ചത്ര എളുപ്പമല്ല കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച, പക്ഷെ കടന്നു, വീണില്ല, വെള്ളമൊന്നും കയറിയില്ല കാലില്. സെറ്റ്. ആ സൈഡിലൊക്കെ നിറച്ചും ക്യാമ്പുകൾ ഉണ്ട് കേട്ടോ. ദോർജെ ക്യാമ്പ്സ് എന്നാണ്. ദോർജെ എന്താന്ന് തോന്നുന്നു ഈ സ്ഥലത്തിന്റെ പേര്, എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ബോർഡുകളൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു ഭാഗം കണ്ടോ, എന്ത് രസാ നോക്ക്. ഫുള്ള് പുല്ലാണ് കേട്ടോ, ഇങ്ങനെ പുൽമേടുകളാണ്. ആ ദൂരെയുള്ള മലകളൊക്കെ നോക്കിയേ. ഓ ഇത് ഇവിടെ വന്ന് തന്നെ ഫീൽ ചെയ്യണം കേട്ടോ, ഇവിടെ വന്ന് തന്നെ ഫീൽ ചെയ്യണം. മാരക 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 കാഴ്ച. നമ്മളിതേ സർച്ചുവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു താമസിക്കാനൊരു സംഭവം നോക്കാം. നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരാട്ടോ, ആസാം എന്നുള്ളവരവര്. कैसे हो भाई? हाँ पेट्रोल पंप नहीं है? हाँ पता है, पेट्रोल कैसे मैनेज किया? मैं उधर केलोंग से भराया. 700 है. 700 രൂപ കേട്ടോ. അങ്ങനത്തെ ചെറിയ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ചെറിയ ഹട്ടുകളാണ്. 700 രൂപയിൽ ഇൻക്ലൂഡിങ് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും. ഡോമിനെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ എളുപ്പമുണ്ട്, ഇനി ഇവിടുന്ന് ചുമന്നുകൊണ്ടൊന്നും പോകണ്ട. ഈ ഭാഗത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ലാഹുൽ സ്പിറ്റി പോലീസിൻ്റെ. അപ്പോൾ ഇവിടെ പെർമിറ്റ് കാണിക്കണമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ആ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. പെർമിറ്റ് ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ പെർമിറ്റ് എടുത്തു ഇന്ന് രാവിലെ എടുത്തു. വേണമെങ്കിൽ നമുക്ക് ഓൺ ദ വേയിൽ എടുക്കാം, ലേയിൽ പോയിട്ട് എടുക്കാമെന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ ഞാൻ അവിടെ നിന്ന് എടുത്തു വെച്ചു. കാരണം ഞാൻ അവിടെ ചെന്നിട്ട് ഇനിയിപ്പോൾ വല്ല ഇപ്പോൾ ഗൂഗിൾ പേയിൽ പേ ചെയ്യുമ്പോൾ OTP വരാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ. ഇവിടെയൊക്കെ എനിക്ക് വന്നത് മറ്റേ പോസ്റ്റ് പെയ്ഡ് ഓടുള്ളൂ, പ്രീപെയ്ഡ് ഓടില്ല. അതുകൊണ്ട് എൻ്റെ എയർടെല് പോസ്റ്റ് പെയ്ഡാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് നേരം മുമ്പ്, കേലോങ് വരെയൊക്കെ. ഇവിടെ പക്ഷേ ഇപ്പോൾ നെറ്റ്വർക്ക് കാണിക്കുന്നില്ല. ചിലപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കാം. ഞാൻ ഇത്ര നേരം എയർപ്ലെയിനിൽ ഇട്ടേക്കായിരുന്നു, അപ്പോൾ അതിൻ്റെ ഇതായിരിക്കും. ഈ ഭാഗത്തെ ബോർഡിലെ സ്ഥലങ്ങളും അങ്ങോട്ടുള്ള കിലോമീറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രൊജക്ട് ദീപക് വെൽക്കംസ് യു ഓൺ മണാലി സർച്ചു റോഡ് എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ മണാലിക്ക് 222 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ മണാലി എന്നല്ല, നമ്മൾ ഇന്ന് നഗർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് പിന്നെ ഒരു 10, 13, 15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്റർ നമ്മളിന്ന് ഓടിച്ചു. കുറേ നേരമായിട്ട് അവിടെ ഡൈനിങ് സ്പേസിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്തു. കറണ്ട് വന്നു കേട്ടോ, അവർ ജനറേറ്റർ ഓണാക്കി ഇപ്പോൾ കറണ്ട് വന്നു. അപ്പോൾ ഫോണ് ക്യാമറയൊക്കെ ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ സൈഡിൽ അവർ മറ്റേ വിറകൊക്കെ കത്തിച്ച് അങ്ങനെ ഒരു ചൂടായി വരുന്നുണ്ട് കേട്ടോ. ആകെ റൂമൊക്കെ ചൂടായി വരുന്നുണ്ട്. അങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ ഒരു ചായ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴല്ലോ പക്കോട കൊണ്ട് തന്നു കേട്ടോ. അത് നമ്മളിതിന് പൈസയൊന്നും കൊടുക്കണമെന്നല്ല, അവർ അതിൻ്റെ കൂടെ ഒരു സന്തോഷത്തിന് അവരുണ്ടാക്കിയത് അത്ര അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൊണ്ടു തന്നത് നല്ല ആൾക്കാരാണെന്നറിയോ. എത്രത്തോളം നമ്മൾ ഇവിടുത്തെ ടൗണുകളിൽ നിന്നൊക്കെ വിട്ടു വരുന്നുണ്ടല്ലോ, അത്രത്തോളം ആൾക്കാർ നല്ലതാണ്. ഇപ്പോൾ ഫുഡായാലും ശരി, എല്ലാം ആൾക്കാരുടെ പെരുമാറ്റം എല്ലാം നല്ലതാണ്. അത് അങ്ങനെ നമ്മൾ ആ മണാലിയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ ഇതുപോലെ ആരും ചെയ്യില്ല കേട്ടോ. ഇത് പക്കോടയാന്ന് മനസ്സിലാവും. कौन सा पकौड़ा है? आलू का? अच्छा ആലും സവാളയൊക്കെ കൂടി മിക്സ് ചെയ്ത പക്കോട കേട്ടോ. സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വർക്കൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ വന്ന് പറഞ്ഞു ജനറേറ്റർ ഇപ്പോൾ ഓഫാവും, കെറോസിൻ തീരാറായിട്ടുണ്ട്. അപ്പോൾ വർക്ക് എന്തെങ്കിലും സേവ് ചെയ്യാണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് പതുക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് പോകാം. അങ്ങനെ കറണ്ട് പോയി കേട്ടോ.
കറണ്ട് പോയാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ലൈറ്റൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു സോളാർ ലൈറ്റാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് എന്നെ കാണണ്ടെന്ന് അറിയില്ല. ഞാൻ അവിടെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ നനഞ്ഞത് അവിടെ ചൂലയുടെ സൈഡിൽ വെച്ച് ഉണക്കി. പിന്നെ അവിടെ ഈ ഓണറിൻ്റെ ഭാര്യയും മകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞു. ഭയങ്കര അടിപൊളി സർവീസാണ് കേട്ടോ. ഒരു 700 രൂപയ്ക്ക് ഉള്ളതൊന്നുമല്ല. ഭയങ്കര നല്ല ബിഹേവിയറാണ്. പിന്നെ അവിടെ ഡോർമെട്രി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 200 രൂപയാണ് ഡോർമെട്രിക്ക്. പക്ഷേ ഭക്ഷണം ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചാള വർക്കായിട്ട പോലെ ആൾക്കാർ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാൾ നല്ലതെന്ന് തോന്നുന്നു. 700 രൂപയ്ക്ക് നമുക്ക് ഫുഡും 2 നേരത്തെ ഫുഡ്, ഡിന്നറും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൂടിയിട്ടാണ്. അപ്പോൾ നല്ല ഡീലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പതുക്കെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഇന്ന് വന്നത് കുറച്ച് ഇരുട്ടായപ്പോഴല്ലേ. അപ്പോൾ ആ ഭംഗി മൊത്തം ആസ്വദിക്കാൻ വേണ്ടിയില്ല. നമുക്ക് നാളെ രാവിലെ കാണാം. ഇന്നലെ രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഞാൻ കിടക്കാറായപ്പോൾ 10 ആയിരുന്നു ടെമ്പറേച്ചർ. പിന്നെ രാത്രിയൊക്കെ 5 പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കാൻ ഇപ്പോൾ 5 പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സുഖമായിട്ട് ഇറങ്ങി. സമയം ഇപ്പോൾ രാവിലെ 7 മണിയാണ്. രാവിലെ ഒരു 6 മണിയായപ്പോൾ തന്നെ നല്ല വെളിച്ചമാണ്. ഞാൻ 6 മണിക്ക് എണീക്കണേ. അപ്പോൾ തന്നെ ഈ ഒരു വെളിച്ചം കേട്ടോ. ഒക്കെ ഉണ്ടോ? ഞാൻ രാവിലത്തെ ഷോട്ടുകളൊക്കെ കാണിച്ചത് 6 മണിയുടെയാണ്. പിന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രഷനപ്പ് ആവാനൊക്കെ പോയി. ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കേട്ടോ. കുളിച്ചിട്ടൊന്നുമില്ല. കുളിക്കാൻ പറ്റില്ല. ഭയങ്കര തണുപ്പാണ്. മുഖം കഴുകുമ്പോൾ തന്നെ വെള്ളത്തിന് പല്ല് വയ്ക്കുമ്പോൾ തന്നെ അങ്ങനെ ഫ്രീസായി പോവാണ്. അതുപോലെ തണുപ്പാണ്. പണ്ടല്ലോ ഇന്നലെ നമ്മൾ 193 കിലോമീറ്ററാണ് ഓടിച്ചത്. ഈ കാണുന്ന ബോർഡ് ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ കാണിച്ചു എന്ന് പറഞ്ഞില്ലേ, 222 മണാലി. അത് തെറ്റാണ് കേട്ടോ. ചിലപ്പോൾ അത് ഒന്നില്ലെങ്കിൽ അടൽ ടണൽ വരുന്നതിന് മുമ്പ് പണിതായിരിക്കാം. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. പക്ഷെ അത് മണാലിക്ക് വിടുന്ന 176 കിലോമീറ്റർ അങ്ങനെ എന്തോ ആണ്. നമ്മൾ 180 കിലോമീറ്റർ. നമ്മൾ താമസിച്ചിടത്തേക്ക് 193 കിലോമീറ്റർ അത്ര ഓടിച്ചിട്ടുള്ളൂ. 200 ചില്ലാനൊന്നും ഓടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിലേക്ക് കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ ലാൻഡ് അത്ര ഈ കാണുന്ന മുഴുവൻ. അപ്പോൾ ഇതൊക്കെ ഫോറസ്റ്റ് ഇവർക്ക് ലീസിന് കൊടുത്തേക്കുന്നതാണ്. അങ്ങനെ അവർ ഇവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ പണിതേക്കണതാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വരുന്ന വഴിക്ക് കണ്ടില്ലേ റിവർ, ആ റിവറിൻ്റെ ഭാഗത്തേക്ക് എത്തും. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിക്കാം. ഒരു ടെൻറ്റിന് ഒരു ദിവസത്തേക്ക് 250 രൂപ അത്ര ഇവർക്ക് കൊടുക്കണ്ടേ, ഫോറസ്റ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ എന്നിട്ട് അവർ 500 രൂപ മേടിക്കുന്നുള്ളൂ. എനിക്കറിയില്ല അതെങ്ങനെയാണ് ആ കണക്ക് ശരിയാവണേ. പിന്നെ അതിൻ്റെ കൂടെ ഫുഡും ഇൻക്ലൂഡഡ് ആണ്. ചിലപ്പോൾ വെറുതെ പറഞ്ഞായിരിക്കാം. എന്നാലും ഫോറസ്റ്റിൻ്റെ ഏരിയയിലാണ് അവർ ഇതൊക്കെ പണിതേക്കണേ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഗ്രാസ് ലാൻഡ്സ് ആണ് കേട്ടോ. ഞാൻ രാവിലെ എനിക്ക് ഡ്രോണൊക്കെ എടുത്ത് പറപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ കാണുന്നൊരു സെറ്റിൽമെൻറ്റ് പോലൊക്കെ ഉണ്ട്. അത് ആർമിയുടെ ഏരിയ ആണ്. പോരാത്തതിന് ഇവിടെ പോലീസും ഉണ്ട്. അപ്പോൾ ചേട്ടൻ വന്ന് പറഞ്ഞു ഡ്രോൺ പറപ്പിക്കില്ല, ഇവിടെ പ്രശ്നവും, ആർമിയുടെ ഏരിയ ആണ്, പിന്നെ ചോദ്യങ്ങളൊക്കെ എൻ്റെ അടുത്തേക്ക് വരിക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനതെല്ലാം എടുത്ത് വെച്ചു. ഈ പോകുന്ന വഴിയിൽ നടക്കുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ പൂക്കളുള്ള ചെടികളുണ്ട് കേട്ടോ. വാല്യൂ ഫ്ലവേഴ്സ് പോയപ്പോൾ കണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പ്രാവുകളെ പുറത്തിട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖം. അപ്പോൾ നമ്മൾ ഈ നടന്ന് എത്തുന്നുണ്ടല്ലോ, സരപ്പ് എന്നാണ് ആ നദിയുടെ പേര്, TSARAP. അപ്പോൾ ഈ ടിബറ്റൻ ഇതിൽ ഇവർ ച എന്നുള്ള ഇതിന് TS എഴുതുമല്ലോ. അപ്പോൾ സരപ്പ് എന്നായിരിക്കും നദിയുടെ പേര്. അപ്പോൾ ഈ നദിക്കൊരു പ്രത്യേകത ഉള്ളത്, നദിക്കുള്ള പ്രത്യേകതയല്ല, ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നദി ഹിമാചലിൻ്റെയും ലഡാക്കിൻ്റെയും ബോർഡറാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹിമാചലിലാണ്. നമ്മളീ നടന്നുകൊണ്ടിരിക്കണേ. നല്ല ദൂരമുണ്ട് കേട്ടോ. കാണുമ്പോൾ അടുത്താന്ന് തോന്നിയാലും അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ആ കാണുന്ന മലകളൊക്കെ നിൽക്കുന്നത് ലഡാക്കിലാണ്. ഈ ഭാഗമൊക്കെ ഹിമാചലിലാണ്. അപ്പോൾ ശരിക്കും നമുക്കിവിടെ ബൈക്ക് എടുത്ത് അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഏകദേശം 15 കിലോമീറ്റർ 13 കിലോമീറ്റർ അങ്ങോട്ട് പോയാലാണ് നമ്മൾ റോഡ് വഴി അങ്ങോട്ട് കിടക്കുള്ളൂ. പക്ഷേ ഇതാണ് അതിൻ്റെ ബോർഡർ. കാണുന്നൊക്കെ ലഡാക്കാണ്. അങ്ങനെ നടന്ന് നമ്മളിത് റിവറിൻ്റെ ഭാഗത്തേക്ക് എത്തി കേട്ടോ. എൻ്റെ അമ്മോ എന്ത് രസാ. അത് റിവർ ഒരു സൈഡിൽ കൂടെ ഒഴുകണമെന്നുണ്ടെങ്കിലും ഈ ഭാഗത്ത് മൊത്തം പച്ചപ്പാട്ടോ. എന്തൊക്കെയോ ചെടികൾ വളർന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ റിവർ ഒഴുകുന്നുണ്ട്. എന്ത് രസാല്ലേ. നമ്മുടെ ആസാമീസ് ചേട്ടന്മാർ ബൈക്കൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ ബുദ്ധി തോന്നിയില്ല. എനിക്ക് എപ്പോഴും നടന്നു വരാനൊക്കെയാണ് ഇഷ്ടം.
लेकिन ये भी ठीक है ना, मस्त है ना? हाँ। मस्त आहे लडाख तर मस्त आहे. ठीक है भाई, मिलता हूँ, ബൈ. അതിൽ ഒരു പയ്യൻ എവിടെ പഠിക്കാട്ടോ, ഡൽഹിയിൽ പഠിക്കുകയാണ്. അപ്പോൾ ആൾക്ക് മറ്റന്നാൾ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു പോകണം അത്ര ലേ വരെ വന്നിട്ട്. അവരൊന്നും പ്രിപ്പയർഡ് അല്ലാണ്ടാണ് വന്നത്, അങ്ങനെ വെറുതെ അങ്ങനെ ചാടിക്കറി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര ദൂരമുണ്ട്, എവിടെ നിൽക്കണ്ടേ, പെർമിറ്റിൻ്റെ കാര്യം, പെട്രോളിൻ്റെ കാര്യം ഒന്നും അവർക്കറിയില്ല. അപ്പോൾ അവർ ഇന്ന് കുറച്ചൊരു 150 കിലോമീറ്റർ കൂടി ഓടിച്ചിട്ട് തിരിച്ച് മണാലി പോകാത്രേ. അവർ മണാലിയിൽ കുറേ ദിവസം വെറുതെ സ്റ്റേ ചെയ്തു. എന്താ ഞാൻ പെട്ടെന്ന് ഈ കല്ല് കണ്ടപ്പോൾ മറ്റേ ഇതാന്ന് വിചാരിച്ചു, ഫോസിലാന്ന് വിചാരിച്ചു. അപ്പോൾ അവർ തിരിച്ച് മണാലി പോയി. അവർ മണാലിയിൽ കുറച്ച് ദിവസം സ്റ്റേ ചെയ്തു. ആപ്പിൾ ഭയങ്കര ഇഷ്ടം അത്ര. അപ്പോൾ അവിടുത്തെ ആപ്പിൾ ഫാമൊക്കെ കണ്ടപ്പോൾ അതങ്ങനെ ഇഷ്ടപ്പെട്ട് അവിടെ അങ്ങനെ നിന്നുപോയി. അങ്ങനെ കുറേ ദിവസം അവിടെ പോയി ഇത്ര. അപ്പോൾ എന്തായാലും നമ്മളിതേ തിരിച്ച് റൂമിൽ പോവാണ്. ബേസിക് ആയിട്ടുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളിന്നതേ ലേയിലേക്ക് വിടുകയാണ് കേട്ടോ. ഇവിടുന്ന് 200 ചില്ലാനും കിലോമീറ്റർ ഉണ്ട്, 225 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു തുടക്കമായിരുന്നു നമ്മുടെ ലഡാക്കിലേക്കുള്ളത്. നമ്മൾ ലഡാക്കിലേക്ക് കയറുകയാണ് ശരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.